ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വർഷയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും. അപ്പോഴേക്കും വർഷയുടെ കാര്യം കാണാതായ വർഷയുടെ ഭർത്താവ് വിക്രം, അയാളിപ്പോ എവിടെയുണ്ട്? വീട്ടിലുണ്ടാവും സാർ. അയാൾക്ക് എന്താ വട്ടാണോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? അയാൾ സ്റ്റേഷനിൽ വന്നിരുന്ന് വെള്ളം ഉണ്ടാക്കി. വർഷയെ ഉടൻ ജീവനോട് പിടിച്ചു കൊടുക്കണമെന്നായിരുന്നു ഡിമാൻഡ്. അല്ലെങ്കിൽ സ്റ്റേഷൻ ഒന്നോടെ കത്തിക്കുമെന്നായിരുന്നു ഭീഷണിയും. ഭാര്യയെ കാണാതായ മാനസിക ഭ്രാന്തിയാണെന്ന് കരുതി അയാളെ ഞാനൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അയാൾ വീണ്ടും വന്നു. എന്റെ മുന്നിൽ കുറെ നേരം പൊട്ടിക്കരഞ്ഞു, മാപ്പും പറഞ്ഞു. പോലീസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും അയാൾ ഒറ്റയ്ക്ക് ഭാര്യയെ കണ്ടുപിടിക്കാമെന്ന് വീമ്പളിക്കിട്ടുവാ പോയത്. പിന്നെ ഇതുവരെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. മാനസിക വിഭ്രാന്തിയാണ് സാർ. വർഷ ഗർഭിണിയായിരുന്നു, അബോർഷനായി. അവളെ കാണാതാകും മുമ്പ് അങ്ങനെ ഒരു ദുരന്തവും സംഭവിച്ചിട്ടുണ്ട്. 2 ഷോക്കുകൾ ഒരുമിച്ചുണ്ടായപ്പോഴുള്ള പ്രശ്നമാണ്. എന്തായാലും ആ സംഭവത്തോടുകൂടിയാണ് വർഷയുടെ അന്വേഷണം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഞാൻ തീരുമാനിച്ചത്. വീണ്ടും അന്വേഷിക്കാന്ന് സാറ് സമ്മതിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും വിക്രമിനോട് എനിക്കിപ്പോ സഹതാപം തോന്നുന്നു. ഒരു മിനിറ്റ് സാർ, ഞാൻ അന്വേഷിക്കാം സാർ. ഞാൻ എത്ര പെട്ടെന്ന് ആളെ അയക്കാം സാർ. എവിടെയാണ് സ്ഥലം? ഞാൻ പോരെ. എവിടെയാണ് സാർ സ്ഥലം? ഓ, അവിടെയാണല്ലേ. വന്ദന, ലോക്കൽ പോലീസിന്റെ അന്വേഷണം കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വർഷയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും. അപ്പോഴേക്കും വർഷയുടെ കാര്യം ഇതുപോലെ 6 സെക്ഷനുകൾ വേറെയുണ്ട്. ഏറ്റവും പ്രായം ചെന്നവരെയും ശാരീരിക വൈഷമ്യങ്ങൾ ഉള്ളവരെയാ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. മുത്തശ്ശന്മാരെ, മുത്തശ്ശിമാരെ, ഇതാരാണെന്ന് മനസ്സിലായോ? കോവിലകത്തെ അശോക് വർമ്മ സാറിന്റെ മകൻ ശ്യാം. കോലോത്ത വർമ്മ സാറ് ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവം. അദ്ദേഹത്തിന്റെ മകൻ ഞങ്ങൾക്ക് കുട്ടി ദൈവം തന്നെയാ. അയ്യോ, ഇരുന്ന് സംസാരിച്ചേട്ടാ. അയ്യോ, എല്ലാവരും ഇരിക്കേ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വർമ്മ സാറിന്റെ കാരുണ്യം കൊണ്ട് വയറ് നിറച്ച് തിന്നും കുടിച്ചും കിടക്കുന്നു മോനെ. ഇതെന്ത് പറ്റിയത് മുത്തശ്ശി? ഷുഗറിന്റെ കംപ്ലൈന്റാ മോനെ. പുറത്ത് ഈ മുറിവ്, അകത്ത് മക്കളാരും തിരിഞ്ഞു നോക്കാത്തതിന്റെ മുറിവ്. ആഴത്തിലുള്ള മുറിവായിരുന്നു. ഡോക്ടർമാര് മരുന്നൊക്കെ കൊടുത്തിട്ട് മുറിവ് ഉണങ്ങില്ല. പക്ഷേ ഈയിടെ ഒരു പെൺകുട്ടി വന്ന് മുറിവ് കഴുകി ഡ്രസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ മുറിവ് കരിയാൻ തുടങ്ങി. സത്യം, നല്ല കൈപ്പുണ്യമുള്ള പൊന്നും കൊടുത്ത പെങ്കൊച്ച. സാക്ഷാൽ മഹാലക്ഷ്മി. അതിന്റെ കൈ തൊട്ടതി പിന്നെ ഇപ്പൊ ഒരു വേദനയില്ല. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആ കുട്ടി വന്ന് ഇവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ആ കൊച്ചു വരുമ്പോ എല്ലാവർക്കും വിശപ്പടക്കാനായി കെട്ടുകണക്കിന് പലഹാരവും അലുവയും കൊണ്ടുവരും. തിന്നു തിന്നു മടുത്തെന്റെ മോനെ. ദേ, ആ വരുന്നതാ പെൺകുട്ടി.
ശ്യാമ ഇവിടെ? വെറുതെ വന്നതാ. ദേവിക എന്തിനാ വന്നതെന്ന് മനസ്സിലായി. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ അറിയോ? അറിയും. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ഒന്നും മറക്കുന്നില്ല. ദേവികയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പെണ്ണ്. ആ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ജഗദീശ്വര, ചേരേണ്ടവരെ തമ്മിൽ നീ ചേർത്തല്ലോ. ശ്യാമിന് ദേവികയേക്കാൾ നല്ലൊരു പെണ്ണെ കിട്ടില്ല. ദേവികയ്ക്ക് ശ്യാമിനേക്കാൾ ഭേദപ്പെട്ടൊരു പയ്യനും. ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരാൻ പോകുന്നത്. എന്റെ ഏറ്റവും വലിയ ഹോബി പുസ്തകം വായനയാണ്. ശ്യാമിനും അങ്ങനെ തന്നെ. പിന്നെ മറ്റു ചില കാര്യങ്ങളിലും ഞങ്ങൾ സമാന ചിന്താഗതിക്കാരാ. അതെ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആതുര സേവനങ്ങൾ ഒത്തിരി ചെയ്തിട്ടുള്ള ആളാണ് ശ്യാമും. ആ കാറ്റഗറിയിലും ദേവിക ശ്യാമും തുല്യ ചിന്താഗതിക്കാരാ. അപ്പൊ പൊരുത്തങ്ങളെല്ലാം ഉത്തമം. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് കൊരവിടാൻ അറിയില്ല. ഞങ്ങൾക്കറിയാം. ഇവരുടെ കല്യാണത്തിന് മംഗളം അറിയിച്ച് നമ്മുടെ വകയായിട്ടൊരു വായ്ക്കൊരവ് തന്നെ ആയിക്കോട്ടെ. എന്താ ചന്ദ്രീവനി ചോദിക്കുന്നേ? വർഷയുടെ ഭർത്താവ് വിക്രമിനെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അന്വേഷിച്ചോന്നാ ഇവൻ ചോദിക്കുന്നത്. ആർക്കൊക്കെ ഫോൺ ചെയ്തെന്നോ ആരൊക്കെ ഇങ്ങോട്ട് വിളിച്ചെന്നോ ഒന്നും ശരിക്കും ഓർക്കാൻ പറ്റുന്നില്ല. വിക്രമിനെ വിളിച്ച് ഒന്നും ഞാൻ ചോദിച്ചില്ലെന്നാ എന്റെ ഓർമ്മ. ഇനി വിളിച്ചാലും എന്താ പറയേണ്ടത്? മോള് നഷ്ടപ്പെട്ട അച്ഛനും ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവും. ആരെയാ ആശ്വസിപ്പിക്കേണ്ടത്? എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കേണ്ടത്? മാനത്തെ കൊട്ടാ